നമസ്കാരം. ക്രിക്കറ്റിലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം പോലെ, ഫുട്ബോളിൽ അർജന്റീന ബ്രസീൽ മത്സരം പോലെ, അതുപോലെയാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ മുംബൈ ചെന്നൈ പോരാട്ടം. ഇരു കൂട്ടരും 5 തവണ ചാമ്പ്യന്മാരായവരാണ്. അതുപോലെ തന്നെ വലിയ ഫാൻ ബേസും ഇരു ടീമുകൾക്കുമുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന സൂപ്പർ പോരാട്ടത്തിൽ ഇരു ടീമുകളും തമ്മിൽ കൊമ്പ് കോർത്തപ്പോൾ ആവേശമിരട്ടിച്ചു. ആര് ജയിക്കുമെന്ന ആകാംക്ഷയായിരുന്നു കളി അവസാനിക്കും വരെ. എന്തായാലും മുംബൈ ഇന്ത്യൻസിനെ ഇപ്പോൾ തോൽപ്പിച്ചിരിക്കുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. ചിരവൈരികളുടെ പോരാട്ടത്തിൽ 4 വിക്കറ്റിനായിരുന്നു ചെന്നൈയുടെ ജയം. ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ 9 വിക്കറ്റിന് 155 റൺസ് എടുത്തപ്പോൾ മറുപടിക്കിറങ്ങിയ ചെന്നൈ 5 പന്തുകൾ ബാക്കിയാക്കി വിജയം നേടുകയായിരുന്നു. മുംബൈയുടെ ബാറ്റിംഗ് നിര പ്രതീക്ഷിച്ച നിലവാരം കാട്ടാത്തതാണ് ടീമിനെ പിന്നോട്ടടിച്ചത്. ബൗളർമാർ പരമാവധി പൊരുതിയെങ്കിലും പ്രതിരോധിക്കാൻ കഴിയാവുന്ന സ്കോർ ആയിരുന്നില്ല മുംബൈയുടെ ബാറ്റിംഗ് നിര കണ്ടെത്തിയത്. എങ്കിലും തട്ടകത്തിൽ ചെന്നൈയെ വിറപ്പിക്കുന്ന പ്രകടനം കാഴ്ചവെക്കാൻ മുംബൈക്ക് സാധിച്ചു എന്ന് തന്നെ പറയാം. നായകൻ ഹാർദിക് പാണ്ഡ്യയും സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയും ഇല്ലാതെയാണ് മുംബൈ ഇറങ്ങിയത്. എന്നിട്ടും അനായാസ ജയത്തിലേക്ക് എത്താൻ CSKക്ക് സാധിച്ചില്ല എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിന്റെ കണക്കുകൂട്ടൽ തെറ്റിക്കുന്ന പ്രകടനമായിരുന്നു CSK കാഴ്ചവെച്ചത്. എന്നാൽ മത്സരം മാറ്റിമറിച്ച പ്രകടനം CSK സ്പിന്നർ നൂർ അഹമ്മദിൻ്റെതായിരുന്നു. മുംബൈയുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിയത് ഈ പ്രകടനത്തിലൂടെ തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. മുംബൈ ഇന്ത്യൻസിന്റെ 4 പ്രധാന വിക്കറ്റുകൾ വീഴ്ത്താനാണ് നൂറിന് സാധിച്ചത്. മുംബൈയെ വലിയ സ്കോറിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് തടഞ്ഞത് നൂറിന്റെ പ്രകടനമാണെന്ന് പറഞ്ഞാലും തെറ്റില്ല. കൃത്യമായി അഫ്ഗാൻ സ്പിന്നറെ ഉപയോഗിക്കാനും CSKക്ക് സാധിച്ചു. മുംബൈ ഇന്ത്യൻസ് നായകനായ സൂര്യകുമാർ യാദവിനെ പുറത്താക്കിയ നൂർ അഹമ്മദ് ഇടം കൈയ്യൻ സൂപ്പർ താരം തിലക് വർമ്മയ്ക്കും മടക്ക ടിക്കറ്റ് നൽകി. വെടിക്കെട്ട് ബാറ്റർമാരായ റോബിൻ മിൻസിനെയും അതുപോലെ തന്നെ നമാൻ ധീറിനെയും മടക്കിയാണ് നൂർ 4 വിക്കറ്റ് പ്രകടനം പൂർത്തീകരിച്ചത്. മുംബൈക്കായി വിഘ്നേഷ് പുത്തൂർ 3 വിക്കറ്റുകൾ വീഴ്ത്തിയെങ്കിലും നൂർ സൃഷ്ടിച്ച അത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായില്ല. ഇതാണ് മത്സരത്തിൽ വഴിത്തിരിവായത്. അതേസമയം നൂർ അഹമ്മദിന്റെ പന്തിലാണ് MS ധോണിയുടെ മിന്നൽ സ്റ്റംപിങ്ങിൽ സൂര്യ വിക്കറ്റ് കളങ്ങി കുളിച്ചത്. അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ കെൽപ്പുള്ള താരമായിരുന്നിട്ടും മുംബൈക്ക് വലിയ സ്കോറിലേക്ക് എത്താൻ സാധിക്കാതെ പോയതിന് പിന്നിൽ നൂർ അഹമ്മദിന്റെ മികവാണെന്ന് തന്നെ പറയാം. ചെന്നൈയെ വിജയത്തിലേക്ക് എത്തിക്കുന്നതിൽ ഋതുരാജ് ഗെയ്ക്വാദിന്റെ പ്രകടനമാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. ഓപ്പണറായ CSK നായകൻ രാഹുൽ ത്രിപാഠിക്ക് വേണ്ടി 3ാം നമ്പറിലേക്ക് ഇറങ്ങി ഏത് പൊസിഷനിലും താൻ തിളങ്ങുമെന്ന് അടിവരയിടുന്ന തരത്തിലുള്ള പ്രകടനമായിരുന്നു പിന്നീട് ഋതുരാജ് കാഴ്ചവെച്ചത്. സ്പിന്നിനെ തുടങ്ങുന്ന പിച്ചിൽ റൺസ് ഉയർത്തുക എന്നത് വലിയ പ്രയാസകരമായ കാര്യമാണ്. ഈ സാഹചര്യത്തിലും 26 പന്തിൽ 53 റൺസുമായി കയ്യടി നേടാൻ ഋതുരാജിന് സാധിച്ചു. 6 4-ഉം 3 6-ഉമാണ് ഋതുരാജ് നേടിയത്. ഓപ്പണർ റജിൻ രവീന്ദ്ര അവസരത്തിനൊത്ത് ഉയരുന്നതാണ് കണ്ടത്. മത്സരത്തിന്റെ സാഹചര്യം മനസ്സിലാക്കിയ റജിൻ ബാറ്റ് വീശുകയായിരുന്നു. 45 പന്തിൽ നേരിട്ട് 2 4-ഉം 4 6-ഉം ഉൾപ്പെടെ 65 റൺസോടെയാണ് റജിൻ മിന്നിച്ചത്. 144 സ്ട്രൈക്ക് റേറ്റിലായിരുന്നു റജിന്റെ പ്രകടനം. റജിനും ഋതുരാജും അർദ്ധ സെഞ്ചുറി പ്രകടനം നടത്തിയതുപോലെ ഇന്നിംഗ്സ് കളിക്കാൻ മുംബൈ നിരയിൽ ആരും ഉണ്ടായില്ല. ഇതാണ് മുംബൈയുടെ തോൽവിക്ക് പ്രധാന കാരണമായി മാറിയത്.